ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ടെൻഷനോടെ ഇരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കമലൻ ഓടി വരികയാണ്. ആശാനെ, ഏട്ടത്തിയമ്മയെ ഞാൻ കണ്ട ആശാനെ എന്ന് കമലൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ കമലനെ നോക്കുന്നു. നീ എവിടെ വെച്ചാ കണ്ടതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അത് പിന്നെ റോഡിൽ വെച്ചാണെന്നും കൂടെ രണ്ടുപേരുണ്ടായിരുന്നെന്നും കമലൻ പറയുന്നു. ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സത്യഭാമ. തുടർന്ന് വിഷ്ണു കമലൻ്റെ കൂടെ പോകാനൊരുങ്ങുമ്പോൾ മധുശ്രീ മനസ്സിൽ പറയുകയാണ്, ശാലിനി കളക്ടറായിട്ടും ഇവരെന്താ ഇതുവരെ ശാലിനിയെ കണ്ടില്ലേ? പെട്ടെന്ന് തന്നെ സത്യഭാമ വിഷ്ണുവിനെ തടയുകയാണ്. നിനക്കിതിനായി ഞാൻ സമയം തന്നിരുന്നു, നീ എന്താ അത് മറന്നുപോയോ? അമാവാസി വരെ ആയിരുന്നു നിന്റെ സമയം. അമാവാസി കഴിഞ്ഞു, നിനക്കെന്താ അതൊന്നും ഓർമ്മയില്ലേ? ഇപ്പം നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നീ തിരികെ വരുമ്പോൾ ഈ വീട് നിറയെ ആളുകളായിരിക്കും. പക്ഷേ സത്യഭാമ മാത്രം ജീവനോടെ ഉണ്ടാകില്ല. ഇനി നിനക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാമെന്ന് ഭാമ പറയുമ്പോൾ ദേഷ്യത്തോടെ അവിടെ തന്നെ നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് ഭാമ കമലനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. വിഷ്ണുവിനോട് മധുശ്രീയുടെ കൂടെ ഇരിക്കാൻ പറയുമ്പോൾ വിഷ്ണു മനസ്സില്ലാ മനസ്സോടെ ദേഷ്യത്തോടെ അവിടെ ഇരിക്കുകയാണ്. ഇത് കാണുന്ന രാഘവൻ നായർ ദേഷ്യത്തോടെ ഭാമയെ നോക്കുന്നു. തുടർന്ന് മധുശ്രീയുടെ അച്ഛൻ പറയുകയാണ്, ആദ്യം തന്നെ ബ്രോക്കർ ഞങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ മനസ്സിൽ ആ പെൺകുട്ടി ഇത്ര നാളായിട്ടും ഉണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. ലീഗലായിട്ട് ഡിവോഴ്സ് നടന്നിട്ടില്ലല്ലോ. ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള രണ്ടാം കെട്ടിനൊക്കെ ഭാര്യ മരിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ലീഗലായിട്ട് ഡിവോഴ്സ് നടന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ. ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഭാമ ചോദിക്കുമ്പോൾ മധുശ്രീയുടെ അച്ഛൻ പറയുകയാണ്, അതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടി കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് ഞങ്ങളുടെ മോളെ തന്നാലേ ഒരുപക്ഷെ ഞങ്ങളുടെ മകൾ ജീവിതാവസാനം വരെയും ഇതെല്ലാം കണ്ട് ദുഃഖിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് സത്യമ്മ തന്നെ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് പറയാൻ ശിവൻകുട്ടി പറയുമ്പോൾ ഭാമ പറയുകയാണ്, ബ്രോക്കറെ, നിങ്ങൾക്കിപ്പോൾ തന്നെ ഇവരെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാം. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് മധുശ്രീയുടെ അമ്മ പറയുകയാണ്, സത്യാമ്മയടുത്തുനിന്ന് ഇങ്ങനെ ഒരു മറുപടി ആയിരുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. വാ മോളെ, നമുക്ക് പോകാമെന്ന് അവർ പറയുമ്പോൾ മധുശ്രീ പറയുകയാണ്, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. എനിക്ക് എന്താണെങ്കിലും ഈ ബന്ധം തന്നെ വേണം. വിഷ്ണുവിൻ്റെ മനസ്സ് മാറുന്നത് വരെ എൻ്റെ ജീവിതാവസാനം വരെ കാത്തിരിക്കണമെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് സത്യമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അങ്ങനെ ഞാൻ കാത്തിരുന്ന് കിട്ടിയ ഈ ബന്ധം ഒഴിവാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ ലോകത്ത് സ്നേഹം കൊണ്ട് സാധിക്കാനാകാത്തതായി ഒന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭൂമിയോളം ക്ഷമിക്കാനും വിഷ്ണു ആ പെൺകുട്ടിയെ മറക്കുന്നതുവരെ കാത്തിരിക്കാനും എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യഭാമയുടെ കാൽക്കൽ വീണ് മധുശ്രീ പറയുകയാണ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സത്യാമ്മ എന്നോട് ക്ഷമിക്കണം. ഇത് കേൾക്കുന്ന സത്യഭാമ സന്തോഷത്തോടെ എഴുന്നേറ്റ് മധുശ്രീയെ ചേർത്ത് പിടിക്കുകയാണ്. ഇത്രയും നാളും എൻ്റെ കണ്ണിൽപ്പെടാതെ നീ എവിടെയായിരുന്നു മോളെ? നിന്നെപ്പോലെ ഒരു മരുമകളെയാ എനിക്ക് വേണ്ടത്. ഇനി നീ ഈ വീടിൻ്റെ സ്വന്തം മരുമകൾ തന്നെയാ. നാട്ടുനടപ്പ് എന്നൊന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ വിഷ്ണുവിനെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടിച്ചേനെ. ഇത് കേൾക്കുന്ന മധുശ്രീയുടെ അമ്മ പറയുകയാണ്, സത്യമ്മ അവളെ അങ്ങെടുത്തോ. ഇത് കേൾക്കുന്ന മധുശ്രീ മനസ്സിൽ പറയുകയാണ്, നിങ്ങളുടെ മകനോടോ ഉള്ള ഇഷ്ടം കാരണമൊന്നുമല്ല മധുശ്രീ ഈ ബന്ധത്തിന് ഇറങ്ങി തിരിച്ചത്. ശാലിനിയോടുള്ള പക കൊണ്ട് മാത്രമാണ്. അവളാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. നമുക്ക് എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണം. നാളെ തന്നെ ആയാലോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ ഭാമയെ നോക്കുന്നു. അതിനെന്താ, ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ലെന്ന് മധുശ്രീയുടെ അച്ഛൻ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് പപ്പി പറയുകയാണ്, അച്ചച്ച, ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. അവര് കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എൻ്റെ മോളെ, നിന്നെ ആരും ഇവിടെ അവിശ്വസിക്കുന്നൊന്നുമില്ല എന്ന് രാഘവൻ നായരും പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിഷ്ണു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.